ഞങ്ങൾ വിക്ടോറിയ ഫോൾസ് കാണാൻ എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ റെയിൻ ഫോറസ്റ്റ്, ഇതിനെ ഫോറസ്റ്റ് വേണം അങ്ങനെന്തുമാണ് എഴുതി വെച്ചിരുന്നത്. വൈബ് ഭയങ്കര വെരി നൈസ്. എല്ലാവരും ഞങ്ങളിട്ടൊരു വേഗം ഓടിപ്പോയിരിക്കുന്നു. നമുക്കത് പ്രശ്നമല്ല, നമ്മൾ നടന്നു പോകും. ഞങ്ങൾ വിക്ടോറിയ വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വെള്ളം ചാടുന്ന ഒച്ച നമുക്ക് കേൾക്കാവുന്നതാണ്. ഞങ്ങളുടെ ഗൈഡ് മുന്നേ ഓടുന്നു. എല്ലാവരും ഷൂട്ടിങ്ങിലും പിന്നാലെ കറക്റ്റായിട്ട് വന്നാ നമുക്ക് നടക്കാനുള്ള വഴിയുള്ളായിരുന്നു. പക്ഷേ വി ആർ വെരി ലൈറ്റ്. അരേ അവിടെ പക്ഷെ ആ ട്രിപ്പൊന്നും കറക്റ്റായിട്ട് നമുക്ക് വിസിബിൾ അല്ല അല്ലേ? അവര് വേറെ നോക്കിയോ അതിൽ പോയിട്ട് വരുമായിരിക്കും. സംഭവം ഗംഭീരമുണ്ട്. നമ്മുടെ 2 ഓഫീസേഴ്സും നമ്മുടെ ഗൈഡും ആണ് തോന്നുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഗൈഡ്? ഇതാരാളുടെ ഇതാരാള്? അപ്പൊ ഞങ്ങള് ലിവിങ്സ്റ്റന്റെ കഥയൊക്കെ കേട്ട് അവിടെ പോകുന്നു വീണ്ടും മുന്നോട്ട്. ഇതെല്ലാം വാട്ടർഫോൾസാണ്, ഫുള്ള് വാട്ടർഫോൾസിന്റെ ഒച്ച കേട്ടോ. 5 കിലോമീറ്റർ എന്നൊക്കെ പറയണ്ടായിരുന്നു വരും വാട്ടർഫോൾസിന്റെ നീളം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ. ആ അതെ, അയ്യോ വെരി നൈസ്. എന്റെ ദൈവമേ, എല്ലാവരും അവിടെ പോയി ലോക്ക് എടുത്തോണ്ട് നടക്കുന്ന. ഇതാ ഇതിന്റെ പേര് ലിവിങ്സ്റ്റൺ എന്നല്ലേ? ഈ രാജാവാണ് ഇത് കണ്ടുപിടിച്ചെന്ന് പറയണത്. രാജാവല്ലേ ഇയാള്? ഡോക്ടർ അല്ലേ? ആള് ഗംഭീരം തന്നെ. ശരി, നമ്മുടെ നാട്ടിൽ കൂടെ കഞ്ഞിപ്പാറ പോണ വഴി പോലെ ഉണ്ട്, കാഞ്ചിപ്പാറയൊക്കെ പോണ വഴി പോലെ ഇല്ലേ? ഇതിന്റെ ഭയങ്കര മഴയും മഴ എന്ന് പറഞ്ഞാൽ ഒരു മഴ അതുകൊണ്ട് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിലേ വേണ്ട, പന്നിയായാലും മതി. ഒറ്റ ഇടിച്ച താഴെ വാട്ടർഫോൾസിൽ പോയി കിടക്കും. അതാണ് പ്രശ്നം. നമ്മള് ഇന്നിപ്പോൾ നമുക്ക് പ്രോഗ്രാം ഉണ്ട് വൈകുന്നേരം 5:30. അപ്പോൾ നമ്മൾ ഇന്നലെ പോയി ഓഡിറ്റോറിയം എല്ലാം നോക്കി നമുക്ക് വേണ്ട റിക്വയർമെൻ്റ് എല്ലാം കൊടുത്ത് വന്നിരിക്കാം. ആ ദൈവത്തിൻ്റെ എൻ്റെ ദൈവമേ.
അവിടെ അങ്ങ് അത് അങ്ങറ്റത്തൊക്കെ വാട്ടർഫോൾസാണ്. നമുക്ക് ഈ പുക കാരണം കാണാൻ പറ്റണ്ട. പോയ പിന്നെ ഈ അറ്റത്തുനിന്ന് തുടങ്ങിയാൽ ഈ വെള്ളച്ചാട്ടം നിൽക്കുന്നത് അങ്ങ് ദൂരെ ഒരു 5 കിലോമീറ്റർ അപ്പുറത്തൊക്കെ ഈ വെള്ളച്ചാട്ടം എന്നാണ് എനിക്ക് തോന്നണേ. നമ്മളൊരു സൈഡിൽ നിന്ന് കാണാൻ തുടങ്ങിയപ്പോൾ ഇതുകൊണ്ട് 2-3 കണ്ടു. ഇതാണ് വിക്ടോറിയ വാട്ടർഫോൾ, സിംബാബ്വെ. ഒന്നും പറയാനില്ല. നടന്ന് നമ്മളതിൻ്റെ അറ്റത്തെത്തിക്കുന്ന തോന്നണവര്. നമ്മള് കറങ്ങി തിരിഞ്ഞേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്താ പറയാ ഓരോരോ വ്യൂവിലെത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്തൊക്കെയാവും ഇവിടെ കാണാനില്ലേ? ഇത് പറ്റിയുടെ കാണാനില്ലേ? ഇല്ലേ? മനോജ് വിഷണ്ണനായി വരുന്നുണ്ട്. അവിടെ അത്ര കാണാൻ വ്യൂ ഇല്ലെന്ന്. അപ്പൊ പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല. വീണ്ടും ശ്യാമിന്റെ ബാക്കിൽ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. കാട് മുഴുവൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയുണ്ട്. നമ്മളിവിടുന്ന് നമ്മളെ വാട്ടർഫോൾസിന്റെ കുറച്ചും കൂടി അടുത്തിരിക്കുന്നു. ഒന്നും പറയാനില്ല. വെരി 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 അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകുന്നു. ഹെൽപ്പ് ആയിക്കോട്ടെ. വീണ്ടും കാട്ടിനുള്ളിലൂടെ പോകുന്നു. മനോജ സംഗീതം ഒഴുകുന്നു. ഇതിൽ തന്നെ കാണണം. ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയും. ഇതൊക്കെ എന്റെ മക്കളെയും ഭാര്യനെ കൊണ്ട് കാണിക്കണമെങ്കിൽ ഇത്ര എളുപ്പമല്ല. ഇന്ത്യയിലല്ലാത്ത കാരണം. ഇന്ത്യയിലാണെന്ന് വെച്ചാൽ കൊണ്ട് കാണിക്കാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. നാട്ടിലെ മരങ്ങളൊക്കെ തന്നെയാണ് തോന്നുന്നു. മരത്തിന്റെ മേളിന്ന് വേറെ മരം വന്നു കേട്ടോ. ഇതൊക്കെ നമ്മുടെ കിണറിന്റെ അവിടെയുള്ള ഒരു സ്ഥലം. അതന്നെ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ നമ്മുടെ അവിടെ കിണറിന്റെ പക്കത്തും അതന്നെ പച്ചക്കുത്താൻ ഉപയോഗിക്കും. നമ്മള് വെള്ളം വരെ പക്ഷെ ഒറ്റ പറയുന്നു. ഓക്കെ, താങ്ക് യു. ഒന്നും പറയാനില്ല. ഈ ബ്ലോഗേഴ്സ് കണ്ടപ്പോ ക്ഷീണം പോലെ നമുക്ക് ചെയ്യാറില്ല. നമ്മൾ ആദ്യമായിട്ട് ചെയ്യല്ലേ. പിന്നെ എന്നോട് മുത്തു പറഞ്ഞിട്ടുണ്ട് എല്ലാം എടുത്തിട്ട് ചെയ്യല്ലേ. അത് കാരണം നമ്മൾ എടുക്ക. അവർക്ക് കാണണ്ടേ.
കയറ്റം കയറാം. അതിനൊരു കിതപ്പുണ്ട്. ഈശ്വരാ, പക്ഷെ ഒരു കാട്ടിക്കോടയിൽ നല്ല വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാരണം നടക്കാൻ പ്രശ്നമില്ല. ചെളി കൂടെ നടക്കണ്ടല്ലോ. ഇതാണ് ടൂറിസം എന്നൊക്കെ പറഞ്ഞാൽ. ഇവിടെ ആകെ 2 പരിപാടിയേ ഉള്ളൂ ടൂറിസം എന്നൊക്കെ പറയുമ്പോൾ. നമ്മുടെ വാട്ടർഫോൾസും പിന്നെ നാഷണൽ പാർക്കും. അത് രണ്ടും കണ്ടു. കേക്കൊക്കെ നടന്ന് കണ്ടം തെറിച്ചിട്ടേക്കണത് കണ്ടില്ലേ? വെള്ളം ആ വെള്ളം പറ്റേ. ഇത് വാട്ടർ പ്രൂഫ് അല്ലേ? അത് ശരി. കേക്ക് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടാന്ന്. പക്ഷെ നമ്മള് പോലേ എന്റെ മോനെ നമ്മൾ പറഞ്ഞ പോലെ ഇതിന്റെ പകുതി അവിടെയുള്ളത്. ഇതിന്റെ ഈ വെള്ളച്ചാട്ടത്തിന്റെ പകുതി അവിടെയുള്ളത്. ഇത് അവിടെ എത്തിക്കണ്ട്. അവിടെ ഇങ്ങനെ തുടങ്ങി നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഫുള്ള് അവിടെ നിന്ന് ഇങ്ങനെ മറ്റേ ഊത്തലടിക്കാൻ വെച്ചാൽ മഴ പെയ്യണ പോലെ പറഞ്ഞേ. നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. അയ്യോ കണ്ട ഒച്ചേട്ടാ ഫോണൊക്കെ തന്നെ. അയ്യോ വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ പറഞ്ഞിട്ട് അറിയില്ല. ഞാൻ ഒറ്റയ്ക്കായി. എല്ലാവരും എന്നിട്ട് പോയി. ഞാൻ പോയിട്ട് ഇവിടെ വന്നപ്പോ ഏതിലെ പോയി? ഇവിടെ അല്ലേ പോയേ? കടല്ലോ. കുടിയ ഈശ്വരാ, ഇവിടെ വെള്ളത്തിന് വെച്ചാൽ തന്നെ ഓടിയിട്ട പോലും കേൾക്കില്ല. എടാ പേടിച്ചു പോയി ഞാൻ. I am alone. इधर इसका नेम फ्लेम लिली। फ्लेम लिली। जो आग की तरह लगता है ना, इस तरह की पॉलिन उसके नीचे की तरफ है। हमारे यहाँ फूलों के बीच में होता है ना पॉलिन, वहाँ जाके कीड़े खाते हैं। हाँ पॉलिन नीचे की तरफ। अयो मक्कले, अयो सुभाषे रोकड़ा मोने टाटा सुभाषे മഴേ വെള്ളമല്ല മറ്റേ അയ്യോ മഴ വീണ മറ്റേ വെള്ളം വീണ്. ഇത് വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ പറഞ്ഞാണ് ഫോണ്. അറിയില്ല എവിടെ ചെന്ന മറ്റേ ഉണക്കാറേണ്ടി വരുമെന്ന്. നല്ല മഴയില്ലടാ, മഴയില്ലല്ലോ ഇത്. വെള്ളം മറ്റേ പൊന്തി വരുന്നല്ലേ. 1 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞേ. ഞങ്ങള് 1 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നടക്കും, ബോറടിക്കുന്നില്ല. മറ്റേ പാകിസ്ഥാനില് മറ്റേ തീവ്രവാദികൾ പോണ പോലെ നമ്മൾ പോണേ. പറയാതിരിക്കാൻ വയ്യ. വളരെ പൈശാചികവും മൃഗീയമായ രീതിയിലാണ് വെള്ളം എത്തുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള മെയിൻ സത്യം ആരാണ് ഷൂ കണ്ടിട്ട് പറയാൻ പറ്റും, ഗസ് ചെയ്യാൻ പറ്റും. ഒരു എലുമ്പ് മാത്രമുള്ള ഒരു ശരീരം. അതെ, ഒരു കോട്ട് മാത്രമേ പോകുന്നുള്ളൂ. ഇറങ്ങി പോയാൽ രാഹുലേ. അയ്യോ അടുത്തുള്ളൂ. എന്തിനെ പറയും ഇതിനൊക്കെ പറയും. ഇവിടെ തുടങ്ങിയ അറിയോ? ഒരു 5 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് പറയും പരിപാടി. എപ്പോഴും തീർന്നിട്ട് ഓ മനോജ് ആ രതീഷ് കേക്കെ മഴ വീണ പോലെയാണ് വെള്ളം ചാടുന്നത്.
ഫോണ് കേടാവോ അറിയില്ല. ഇത് വന്നിട്ട് ഇത് കടുപോയ എന്തായിരിക്കും അവസ്ഥ? ഒന്നും പറയാനില്ല. ഇതാണ് താണി 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 താണി. ഗുഡ് മോർണിംഗ്. എന്റെ ദൈവമേ, അയ്യോ എന്റെ ദൈവമേ. എല്ലാവരും പോയി അവിടെ പോയി കടക്കുന്നു. അതൊക്കെ ഭയങ്കര മഴ പോലെ വെള്ളം ഇങ്ങനെ മുട്ടിലടിച്ചോണ്ടിരിക്കുകയാണ്. വരച്ച തുടങ്ങി. ഇതൊക്കെ നമ്മളെ പോലുള്ള കലാകാരന്മാർക്ക് അല്ലെങ്കിൽ വലിയ പ്രൊഡ്യൂസർമാർക്കൊക്കെ സാധിക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളത്. മനസ്സിലായോ? ഒരു സാധാരണക്കാരനൊന്നും ഹിസ്റ്ററി ഫോട്ടോസ് കാണണമെന്ന് വെച്ചാൽ ഒരു ചുരുങ്ങിയതൊരു 5 ലക്ഷം രൂപയെങ്കിലും ഇല്ലാണ്ട് ഇവിടെ വന്ന് ഒരു ഫോട്ടോ എടുത്ത് താമസിച്ച് അതുപോലെ ടാക്സി വിളിച്ച് ഒരു ഗൈഡിന് വെച്ച് പോകണമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് നമ്മളെ ഒന്നുപോലെ കൊണ്ടുവന്ന് ഒന്നുപോലെ ഭക്ഷണം കഴിപ്പിച്ച് ഒന്നുപോലെ പോരാൻ ചെയ്യിപ്പിച്ച് എല്ലാവിധ സെക്യൂരിറ്റിയോട് കൂടിയിട്ട് നമ്മളെ തിരിച്ചിന്ത്യയിൽ അതൊക്കെ നമ്മുടെ എന്താ പറയുക ജന്മസുഹൃതം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് തന്നെ. చోడయం కొట్టట్టు డబ్బు చడుది బోల తంజురుకు లాల్ గరుది బోల తరరా. അയ്യോ, ഇതാണ് നമ്മുടെ സിംബാബ്വെ സാംബിയ പാലം, എൻ്റെ ബോർഡർ പാലം. ആ പാലം കൂടെ കിടന്ന് സിംബാബ്വെ ആയി, അല്ല സാംബിയായി. നമ്മൾ വിചാരിച്ച് ഒരുപാട് ദൂരമൊക്കെ സഞ്ചരിച്ചിട്ട് വേണം സാംബിയയ്ക്ക് തരണം. ഇപ്പൊ കാലെടുത്ത് വെച്ച് സാംബിയായി, എന്തെന്ന് പറയാം. അയ്യ, നമ്മുടെ സിംബാബ്വെ സാംബിയ പാലം. പാലം മലയാളത്തിൽ പറഞ്ഞത് സ്വർഗത്തിലുള്ള ഇത്ര കണ്ടപ്പോഴേ നമ്മള് അപ്പൊ അന്ന് ആലോചിച്ച നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല. നെടുവാരൂരിന്നും വെള്ളക്കാർ തരത്തുനിന്ന് വന്നേ രണ്ടാൾക്കാരാണ് ഈ നടന്നു പോണേ. ഇതാണ് നമ്മുടെ കല കൊണ്ടുള്ള ഗുണം. എല്ലാവരും കലാകാരന്മാർ ബുദ്ധിക്കും, പക്ഷെ അതിൻ്റെ വില അറിയുന്നത് നമ്മളെ ബുദ്ധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ സിംബാബ്വേയിൽ വിക്ടോറിയ വാട്ടർഫോൾ ബുക്കിൽ മാത്രം കണ്ടിട്ടുള്ള സാധനമാണ്. അതുപോലെ വ്ളോഗിൽ യൂട്യൂബേഴ്സ് തന്നെ ഇടുന്ന വ്ളോഗ് കണ്ടിട്ട് അതൊക്കെ കാണണമെന്ന് ആഗ്രഹം മനസ്സിൽ വന്നതാണ്. അതൊക്കെ സ്വപ്നമായിക്കൊണ്ടിരിക്കുന്ന ഓരോന്നോരോന്നായിട്ട് ഇവിടെ ചെയ്യുന്ന പൈര് പോയാൽ താഴെ കയറിയിട്ടുണ്ടായിരുന്നു.